ഇയാളല്ലേ ചെയർ, ഈ ചീഫ് മിനിസ്റ്റർ അല്ലേ ചെയർ, എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? മോളെ, ഒരു ചീഫ് മിനിസ്റ്റർ അല്ലേ മോള് പറഞ്ഞുകൊണ്ടിരിക്കണ? ഇത്തിരി ബഹുമാനമൊക്കെ ആവാം. ബഹുമാനിച്ചില്ലെങ്കിലും പോട്ടെ, മിസ്റ്റർ ചേർത്ത് പേരെങ്കിലും വിളിക്കാലോ. ഇയാള് അയാളെന്നൊക്കെ നമുക്കറിയാം, മനസ്സിലായി. എന്നാലും കുറച്ച് മര്യാദയും ഇത്തിരി ബോധത്തിലൊക്കെ സംസാരിക്കുക വെച്ച്. എൻ്റെ അച്ഛൻ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കാണാതായി, അപ്പം എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെനിക്ക് സങ്കടമുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം റെസ്ക്യൂ ഓപ്പറേഷനിടയിൽ മരിച്ച രാജേഷ്, അവിടെ മുഖ്യമന്ത്രി ചെന്നപ്പോൾ ഉണ്ടായിരുന്ന ആ സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റും. നമുക്ക് അങ്ങനെയുള്ള സീൻസ് കാണുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യർക്ക് വല്ലാണ്ട് മനസ്സിൽ വലിയൊരു പ്രശ്നമാവും. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, മുഖ്യമന്ത്രിയുടെ താറടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം കിടന്ന് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. സ്വന്തം അച്ഛനെ കടലിൽ പോയിട്ട് കാണാതായിട്ട് ആ വിഷമത്തേക്കാൾ ഉപരി മുഖ്യമന്ത്രിനെ എങ്ങനെയെങ്കിലും താറടിക്കുക, അയാളെ മോശക്കാരനാക്കുക, അധിക്ഷേപിക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ. ഇത് പറയാനായിട്ട് നമുക്ക് വിഷമമുണ്ട്, എന്നാലും എങ്ങനെയാണ് പറയാതിരിക്കുക? കാരണം ഇങ്ങനൊരു അവസ്ഥയിലും അച്ഛനെ കാണാതായിട്ട് അച്ഛനെ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലും നമ്മുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? അച്ഛനോട് സ്നേഹമുള്ള മക്കളുടെ ഫീലിംഗ്. അതിന് പകരം മുഖ്യമന്ത്രിനെ അധിക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുക, അതും ക്യാമറയുടെ മുമ്പിൽ. അത് എന്ത് ഫീലിംഗ് ആണത്? എനിക്ക് മനസ്സിലാവണില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത്, കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? മോളെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. മോള് ഇത്രയും വിഷമത്തിന്റെ ഇടയിൽ ഈ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അത് മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കി. മുഖ്യമന്ത്രിയാണോ നേരിട്ട് വന്നിട്ട്? അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് വന്നിറങ്ങിയിട്ടാണ് കണ്ടുപിടിക്കാറ്. ഇതുവരെയൊക്കെ അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? എല്ലാ മുഖ്യമന്ത്രിമാരും ഇതുപോലെ മത്സ്യത്തൊഴിലാളികളെ ഇപ്പൊ ആദ്യമായിട്ടല്ലല്ലോ കാണാതാവുന്നത്. അപ്പോഴൊക്കെ ഇതുപോലെ മുഖ്യമന്ത്രിമാർ വന്ന് നേരിട്ടാണോ അന്വേഷിച്ച് കണ്ടെത്താറ്? ആണോ? അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കല്ലേ ചെയ്യുക? അതല്ല ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇതാ എന്താണ് കുട്ടിയുടെ ഒരു ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. ഇതിന്റെ ഇടയിൽ വോട്ട് പിടിക്കാൻ പറ്റുന്ന കാര്യമൊക്കെ പറയേണ്ട കാര്യം എന്താണ് മോളെ? എന്തിനാണത് പറയണത്? എന്തിനാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണത്? അതും മോൾ ഇത്രയും അച്ഛനെ കിട്ടാതിരിക്കുന്ന ഒരു ഈ അവസ്ഥയിൽ എന്തിനു നാട്ടുകാരെ കൊണ്ട് പ്രാഗിക്കണോ? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാത്രമൊന്നുമല്ലല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബോധമുള്ള നിഷ്പക്ഷരായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ മോളോട് സഹതാപം എന്നുള്ളതിന് പകരം ഭയങ്കര വെറുപ്പാണ് തോന്നുക. അച്ഛനെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ വേറൊരാളെ ഇങ്ങനെ, മുഖ്യമന്ത്രി എന്നുള്ളതല്ല, വേറൊരു കാര്യം, വേറൊരു മനുഷ്യനെ ഇങ്ങനെ താറടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ മോളുടെ ഉദ്ദേശം ഞങ്ങൾ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കില്ലേ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്, നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾ മാപ്പ് പറയാൻ, നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? എല്ലാവരും മുഖ്യമന്ത്രിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. മാപ്പ് പറയുന്നുണ്ട്, എന്താണ് പ്രശ്നം? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും മാപ്പ് പറയണം. പക്ഷെ ഇതൊന്നുമല്ലല്ലോ ഉദ്ദേശം. എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് പറയണമെന്ന് തോന്നിയാലും ചില ഇവരുടെയൊക്കെ വികാര പ്രകടനങ്ങൾ കാണുമ്പോൾ അനാവശ്യമാണെന്ന് തോന്നും. ശരിക്കും വികാരം കൊള്ളേണ്ട കാര്യം ഇതല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലല്ലോ വികാരം കൊള്ളേണ്ടത്. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന രീതിയിലല്ല ഇവരൊന്നും ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പോലും മനസ്സിലാവണില്ല. എന്തെങ്കിലും അനുഭാവമുള്ള ആൾക്കാരെ പിന്നെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ചെന്നിട്ട് അവരെയൊക്കെ നാട്ടുകാരെ കൊണ്ട് മൊത്തം വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എന്തിനാണ് ഈ പാർട്ടി ഈ പിള്ളേരെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളല്ലേ ചെയർ, ഈ ചീഫ് മിനിസ്റ്റർ അല്ലേ ചെയർ, എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? മോളെ, ഒരു ചീഫ് മിനിസ്റ്റർ അല്ലേ മോള് പറഞ്ഞുകൊണ്ടിരിക്കണ? ഇത്തിരി ബഹുമാനമൊക്കെ ആവാം. ബഹുമാനിച്ചില്ലെങ്കിലും പോട്ടെ, മിസ്റ്റർ ചേർത്ത് പേരെങ്കിലും വിളിക്കാലോ. ഇയാള് അയാളെന്നൊക്കെ നമുക്കറിയാം, മനസ്സിലായി. എന്നാലും കുറച്ച് മര്യാദയും ഇത്തിരി ബോധത്തിലൊക്കെ സംസാരിക്കുക വെച്ചേ. കുറെ പ്രസിന്റെ മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നും ഇന്നലെയും ഓരോ ഹെലികോപ്റ്റർ ഇറക്കി. നിങ്ങൾ കേൾക്കുന്നവരെ തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ കൂടുതൽ കമന്റ്സ് ഒന്നും പറയണില്ല, നിങ്ങൾ തന്നെ കേക്ക്. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ ഷിപ്പുകളൊക്കെ ഇറക്കി എന്ന് പറയുന്നല്ലോ, എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങള് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ ഐഡിയെ വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്. ചില സമയത്ത് നമ്മൾ കടിച്ചു പിടിക്കാന്ന് പറയില്ലേ, കടിച്ചു പിടിച്ചേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥൻ അദ്ദേഹം, കേരളത്തിലെ മുഖ്യമന്ത്രിനെ വിളിക്കുന്നത് ഇയാള്. എന്താണ് സംസ്കാരം? ഞാൻ ഇനി കൂടുതലൊന്നും പറയണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യ്.